എം.എ. യൂസുഫ് അലി, അദ്ദേഹമൊക്കെ ഇത്തരത്തിലുള്ള മോട്ടിവേഷനിലൂടെ വളർന്നു വന്ന ആളാണോ? അല്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ചില വ്യക്തികളുടെ ജീവിതമാണ്, അവരുടെ ബിസിനസ് രീതിയാണ് മോട്ടിവേഷൻ. അല്ലാതെ ഒരാൾ വന്ന് ഒരു മൈക്കിൽ 1 മണിക്കൂർ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണാതെ ചില വ്യക്തികളുടെ ജീവിതം പഠിക്കാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ അവരുടെ ബിസിനസ് രീതി പഠിക്കാൻ ശ്രമിച്ചാൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സ്വാഗതം യുണീക്ക് മീഡിയയിലേക്ക്. ഇന്നലെ മുതൽ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ട്രെയിനറുടെ വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി നിർത്തിപ്പിച്ച ഒരു വീഡിയോ. ആദ്യം ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം കാണുക. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഇദ്ദേഹത്തിന്റെ പല വീഡിയോയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയ്ക്ക് എത്രമാത്രം ആളുകൾ അതിന് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു സംഭവമാണിത്. ഒരു ബിസിനസ് ട്രെയിനർ, അദ്ദേഹം ബിസിനസ്സുകാർക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി വന്നവരാണ്. ആ ബിസിനസ്സുകാരെ അദ്ദേഹം ഉപയോഗിക്കുന്ന പദം തെണ്ടികൾ എന്ന ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട്, നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിക്കുന്നത് എന്ന് ധൈര്യസമേതം ആ സദസ്സിൽ വെച്ച് തന്നെ നേരിട്ട് ചോദിച്ച ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അദ്ദേഹത്തിന്റെ നട്ടെല്ലിനൊരു ബിഗ് സല്യൂട്ട്. അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ സദസ്സിൽ കൂടിയിരുന്ന മറ്റാളുകൾ, മതി, നിർത്തിക്കോ, ഇനി നിങ്ങളുടെ ക്ലാസ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ അവിടെ കൂടിയിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ആരായാലും തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറഞ്ഞപ്പോൾ ധൈര്യസമേതം ചോദ്യം ചെയ്ത ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ബിസിനസ്സുകാർ, അവർക്കൊക്കെ എന്തായാലും അഭിനന്ദനങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ആരാണ് ഇവിടെ പ്രതിക്കൂട്ടി നിർത്തുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല ഇമേജ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ പലപ്പോഴും പല രൂപത്തിലുള്ള പല മോശമായ കമൻറ്റുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള വലിയ ഒരു പരിപാടിയിൽ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് ഇതിൽ ഒന്നാമതായിട്ട് പ്രതി. രണ്ടാമത്, ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പണമടച്ച് കാഴ്ചക്കാരായി കാണികളായിരിക്കുന്ന ആളുകളും കുറ്റക്കാർ തന്നെയാണ്. കാരണം അവിടെ കൂടിയ ആളുകളൊക്കെ ബിസിനസ്സുകാരാണ്. ആ ബിസിനസ്സുകാരായ ആളുകൾ അവരൊക്കെയും ഒരു മോട്ടിവേറ്റീവ് ട്രെയിനറുടെ സഹായം കൊണ്ട് ബിസിനസ്സുകാരായവരായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ബിസിനസ് ഒന്നുകൂടി ഉയർച്ചയിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരവിടെ വന്നത്. പക്ഷേ അവർ കേൾക്കുന്ന വാക്കുകൾ, അവർ കേൾക്കുന്ന കുത്തുവാക്കുകൾ, ഇതൊക്കെ ഒരു മോട്ടിവേറ്റീവ് ട്രെയിനറുടെ അദ്ദേഹത്തിൻ്റെ രീതി, ഒരുപക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അദ്ദേഹം പറയുന്ന രീതി പലപ്പോഴും ആളുകളെ പ്രകോപിപ്പിക്കുന്ന, വല്ലാതെ മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന വാക്കുകളാണ്. കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണല്ലോ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സുകാർ, നോക്കൂ നിങ്ങൾ, ഇന്ത്യയിൽ തന്നെ വലിയ ബിസിനസ് കൊമ്പന്മാരായ പല ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റീവ് ട്രെയിനർമാരുടെ ബിസിനസ് മോട്ടിവേഷൻ കേട്ടിട്ട് വലുതായ ആളുകളാണോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ നോക്കൂ, ലുലു ഗ്രൂപ്പിന്റെ എം.എ. യൂസുഫ് അലി, അദ്ദേഹമൊക്കെ ഇത്തരത്തിലുള്ള മോട്ടിവേഷനിലൂടെ വളർന്നു വന്ന ആളാണോ? അല്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ചില വ്യക്തികളുടെ ജീവിതമാണ്, അവരുടെ ബിസിനസ് രീതിയാണ് മോട്ടിവേഷൻ. അല്ലാതെ ഒരാൾ വന്ന് ഒരു മൈക്കിൽ 1 മണിക്കൂർ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണാതെ ചില വ്യക്തികളുടെ ജീവിതം പഠിക്കാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ അവരുടെ ബിസിനസ് രീതി പഠിക്കാൻ ശ്രമിച്ചാൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും.
ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. ചില ബിസിനസ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വലിയ ഒരു മോട്ടിവേഷനാണ് ബിസിനസ് രംഗത്തെ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില ജീവിതങ്ങളാണ്. APJ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളുടെ ജീവിതങ്ങളാണ് ആളുകൾക്ക് മോട്ടിവേഷൻ. അല്ലാതെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല മോട്ടിവേഷൻ സ്പീക്കർമാരും അവർ ചെയ്യുന്നത് ഒരു ഇഞ്ചക്ഷൻ ആളുകൾക്ക് കുത്തിവെക്കുക എന്നുള്ളതാണ്. പക്ഷേ ചിലർ പരസ്യമായി, ഇന്നലെ കണ്ടതുപോലെ പരസ്യമായി അവഹേളിക്കുന്ന രൂപത്തിലുള്ള മോട്ടിവേറ്റീവ് സ്പീക്കർമാരാകുമ്പോൾ അത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും. ഇത്രയേ പറയാനുള്ളൂ. ഇന്നലെ ധൈര്യസമേതം അവരെ ചോദ്യം ചെയ്ത ആ പരിപാടിയിൽ, ആ സദസ്സിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്ത ആ ഒരു വ്യക്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. കൂടെ നിന്ന ആളുകൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. ചില ജീവിതങ്ങളാണ് മോട്ടിവേഷൻ. അവരുടെ ജീവിതങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബിസിനസ്സിലായാലും നമ്മുടെ ലൈഫിലായാലും ഉയരാൻ സാധിക്കും എന്നതാണ് നമുക്ക് മുമ്പിലുള്ള ഒരു വലിയ പാഠം.